ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഞാൻ ഇന്ന് ഇവിടെ ചെയ്യാൻ പോണത് ബീഫ് സ്പൈഡർ റോൾ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ദെൻ ബോയിൽഡ് ഗ്രീൻ പീസ്, ദെൻ മസാല മറ്റേ നമ്മുടെ മാഗി നൂഡിൽസ് അല്ലെങ്കിൽ യപ്പി നൂഡിൽസിൽ കിട്ടുന്നത്, ചോപ്പ് ഓനിയൻ, ബീഫ് മിക്സിയിലടിച്ച് മിൻസ് ആക്കിയത്, അല്ലെങ്കിൽ ഗ്രൗണ്ടഡ് ബീഫ്, ദെൻ ഇൻസ്റ്റൻറ്റ് നൂഡിൽ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് വൺസ് അഗെയിൻ. ഇപ്പോൾ ഞാൻ ഇവിടെ ചെയ്യാൻ പോണത് ബീഫ് സ്പൈഡർ റോളാണ്. എൻ്റെ നേരത്തെ ഒരു ഇത് കണ്ടിട്ടുണ്ടാവും നിങ്ങൾ, ബനാന സ്പൈഡർ റോൾ. അതിൽ ഞാൻ മെൻഷൻ ചെയ്യുന്നുണ്ട് ബീഫ് സ്പൈഡർ റോൾ അല്ലെങ്കിൽ ചിക്കൻ സ്പൈഡർ റോൾ. സോ ഇപ്പോൾ ചെയ്യാൻ പോണത് ബീഫ് സ്പൈഡർ റോളാണ്. അതിനുവേണ്ടി നേരത്തെ കാണിച്ചിരിക്കുന്നത് ചോപ്പ് ഓനിയൻ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇതിപ്പോൾ കുറച്ച് നമ്മൾ കൂടുതൽ പോർഷൻ ഉണ്ടാക്കില്ല, ഫുഡ് വേസ്റ്റ് ചെയ്തായിരിക്കാൻ വേണ്ടി അതിനുവേണ്ടിയുള്ള സാധനങ്ങളാണ് കാണിച്ചിരിക്കുന്നത്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ചോപ്പ് ഓനിയൻ, ദെൻ നമ്മുടെ നൂഡിൽ പാക്കറ്റിൽ കിട്ടുന്ന മസാല, ദെൻ ഗ്രീൻ പീസ് ബോയിൽഡ് ചെറിയൊരു ടേസ്റ്റിന് വേണ്ടി, ദെൻ ബീഫ് മിൻസ് അല്ലെങ്കിൽ മിക്സിയിലടിച്ച പേസ്റ്റ്. ഇതിപ്പോൾ നമ്മൾ സവാള സോട്ട് ചെയ്തു, അതിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്തു, സാൾട്ട് ആഡ് ചെയ്തു, ദെൻ നൂഡിൽസ് കിട്ടുന്ന മസാല ആഡ് ചെയ്തു. സോട്ട് ചെയ്തിട്ട് നമ്മൾ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ഗ്രീൻ പീസ് ആഡ് ചെയ്തിരിക്കണം. സോ ബീഫ് വേവണ വരെ നമ്മളിങ്ങനെ റോ ബീഫാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യണത്. ദെൻ ഇൻസ്റ്റൻറ്റ് നൂഡിൽ, മാഗി ഓർ ഇപ്പി നൂഡിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് റെഗുലർ നൂഡിൽസ് കിട്ടുവാണെങ്കിൽ യു ക്യാൻ യൂസ് ദാറ്റ് ആൾസോ. ഹായ് ഗൈസ്, ഐ എം മേക്കിംഗ് ഹിയർ ബീഫ് സ്പൈഡർ റോൾ. ഫോർ ദാറ്റ് few items only: ginger garlic paste, green peas, chopped onion, then that spice powder, whatever you got in your noodles, Maggi or Yippee. ഞാനിപ്പോൾ ഇതിൽ പകുതി നൂഡിൽസ് ആഡ് ചെയ്തിട്ടുണ്ട്. പകുതി നൂഡിൽസ് ആഡ് ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ബീഫിൻ്റെ ക്വാണ്ടിറ്റി ഏകദേശം ഒരു 200 grams ഉണ്ടാവും. സോ നമ്മളൊരു പാക്കറ്റ് നൂഡിൽസാണ്, ഒരു പാക്കറ്റിൽ കിട്ടുന്ന നൂഡിൽസാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ചിലപ്പോൾ മുഴുവൻ വേണ്ടി വരില്ല, അത് ഉദ്ദേശിച്ചാണ് നമ്മൾ കുറച്ച് മാത്രമേ ആദ്യം യൂസ് ചെയ്ത്. സോ ആഡിങ് ഇപ്പം പിന്നെ നമ്മൾ അതിൽ കുറച്ചുകൂടി ചേർത്തിരിക്കണം. ഇതെല്ലാം ശരിക്ക് സ്പൂൺ വെച്ച് അല്ലെങ്കിൽ നന്നായിട്ടൊന്ന് മാഷ് ചെയ്യുക. നന്നായിട്ടൊന്ന് ബീഫും നൂഡിൽസും എല്ലാം കൂടി ഇപ്പോൾ സ്പൂണിൽ കൈവച്ച് ഉപയോഗിച്ചാലും നന്നായിരിക്കും. നന്നായിട്ടൊന്ന് തേച്ച് ഒടിക്കുക പറഞ്ഞ പോലെ മാഷ് ചെയ്യുക. സോ ഞാൻ ഇത് വീട്ടിൽ ഉണ്ടാക്കണ കാരണമാണ് നമ്മളെ യൂണിഫോം ഒന്നും ഇല്ലാത്തത്. അതാണ് ഈ മുണ്ടും ടീഷർട്ടുള്ള ഈ ഒരു ഡ്രസ്സ്. ഇതിലേക്ക് നമ്മളൊരു മുട്ട ഇങ്ങനെ ചേർക്കണം. മുട്ട ഇത് ബൈൻഡിങ് ഏജൻ്റായിട്ട് ഇവിടെ യൂസ് ചെയ്യണം. എന്ന് വെച്ചാൽ നമ്മൾ ചെറിയ ഉണ്ടായിട്ട് പിടിച്ച് മൈദയുടെ കോട്ടിങ് എല്ലാം കൊടുക്കുമ്പോൾ ഒരു ബൈൻഡിങ് ഏജൻ്റായിട്ടാണ് മുട്ട ഇവിടെ ഞാൻ ചേർത്തിരിക്കുന്നത്. സോ ഇതുപോലെ എനി ഷേപ്പ് യു ക്യാൻ മേക്ക്. ഇപ്പോൾ ഷേപ്പ് ഏതായാലും പ്രശ്നമില്ല, കാരണം സ്പൈഡർ റോളിന് എന്ത് ഷേപ്പ് വേണമെങ്കിലും ഉപയോഗിക്കാം. സോ ഇതുപോലെ നമ്മുടെ ഏകദേശം എല്ലാം ഉണ്ട്, സ്പൈഡർ റോൾ എല്ലാം റെഡി ആയി കഴിഞ്ഞു. ചെറിയ ഇൻഡിവിജ്വൽ പോർഷൻ ഈവൻ സൈസിൽ ഒരു ഫിംഗർ സ്നാക്സ് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതിനുള്ള കോട്ടിങ്ങാണ് ഇപ്പോൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്. മൈദ, അതിലേക്ക് ഒരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടി ഒരു സ്പൂൺ റവ, ഒറിയാനോ,
ഒരു 2 പിഞ്ച് അങ്ങനെ വേണമെങ്കിൽ പറയാം. ഓറിഗാനോ പകരം ഇഫ് യു ഹാവ് കൊറൻഡ് ലീവ്സ് or ചോപ്പ് കറി ലീവ്സ് അത് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഫ്ലേവറിന് വേണ്ടിയുള്ള മാത്രം ഇതാണ്. സാൾട്ടെല്ലാം നമ്മൾ നേരത്തെ അതിലിട്ടിട്ടുണ്ട്. സോ ബേസിക്കലി ഗ്രൗണ്ട് മീറ്റ്, ginger garlic paste, chopped onion, boiled green peas, noodles, then കോട്ടിങ്ങിന് വേണ്ടിയുള്ളത് മൈദ, റവ ആണ് ഓറിഗാനോ. സോ ഇത്രയും സാധനങ്ങൾ മതി. പിന്നെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയുള്ള ഓയിൽ. സിമ്പിൾ കുക്കിംഗ്, ഈസി കുക്കിംഗ് ആൻഡ് ടേസ്റ്റി സ്നാക്സ്, ഫിംഗർ ഫുഡ് വേണമെങ്കിൽ പറയാം. സോ നമ്മുടെ ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞു. ഇനി നമ്മളിത് ഫ്രൈ ചെയ്തിട്ട് സെർവ് ചെയ്യാം. സോ കൊറോണയുടെ ഇത് ലോക്ക്ഡൗൺ എല്ലാം കഴിഞ്ഞു. ഫസ്റ്റ് സ്റ്റെപ്പും കഴിഞ്ഞു, സെക്കൻഡ് തേർഡും ഫോർത്ത് സ്റ്റേജും കഴിഞ്ഞു. അപ്പോൾ വീട്ടിലുള്ള ഓരോ പരീക്ഷണങ്ങളാണ് ഇത്. തീർച്ചയായിട്ടും നിങ്ങൾ കാണണം, വിജയിപ്പിക്കണം. നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിൻ്റെ അടുത്ത് പറയുക. എൻജോയ് ഫുഡ്, എൻജോയ് ലൈഫ്. കൂടുതൽ സ്ട്രെസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇന്നലെ നാളെ എപ്പോഴും നമ്മൾ വിജയിച്ചിരിക്കും. താങ്ക് യു, ബൈ. സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കുക, കമൻസിലിടുക. താങ്ക് യു, ബൈ.